إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ പൊരുത്തം ലഭിക്കുന്ന പരിശുദ്ധമായ ജീവിതം നയിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളായി ഈമാനോടെ മരിച്ചു പോകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നശ്വരവും നൈമിഷികവുമായ ഈ ഐഹിക ജീവിതം എന്നത് അനശ്വരമായ പാരത്രിക ലോകത്തേക്കുള്ള പാതയമൊരുക്കാനുള്ള വിളനിലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരലോകത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരലോകത്തിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയും സൂക്ഷ്മതയും കരുതലും ഉള്ളവനായി ജീവിക്കുന്നവനാണ് വിശ്വാസി. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവ രണ്ടിനെയും വഴികാട്ടിയായി മാർഗദർശിയായി ജീവിതത്തെ നയിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അഭിമുഖീകരിക്കുന്ന ഏത് മേഖലകളിലാവട്ടെ, അവൻ നേരിടുന്ന ഏതൊരു
പ്രശ്നത്തിലാവട്ടെ, വിഷയത്തിലാവട്ടെ, അതിലുള്ള അവന്റെ നയവും നിലപാടുമെല്ലാം വളരെ വ്യക്തവും ഭദ്രവുമായിരിക്കും. നൊന്തു പ്രസവിച്ച സ്വന്തം ഉമ്മയടക്കം അവന്റെ വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും എല്ലാം അവനെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും കളിയാക്കിയാലും കൂക്ക് വിളിച്ചാലും കൂട്ടം കൂട്ടമായി ആക്രമിച്ചാലും അവൻ സ്വീകരിച്ച തന്റെ ആദർശത്തോടുള്ള നിലപാടിലോ അവൻ ഉറച്ചു വിശ്വസിക്കുന്ന തന്റെ ആശയത്തിലോ അവൻ പ്രതിനിധാനം ചെയ്യുന്ന അവന്റെ ആ ഒരു കൃത്യമായ ദീനിലുള്ള അടിയുറച്ച വിശ്വാസത്തിലോ യാതൊരു അനക്കമോ ചാഞ്ചാട്ടമോ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിൽ അത്തരം വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നൻ നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അല്ലാഹു പറയുകയാണ്, അല്ലദീന ഖാല ലഹുമുൻ നാസ്, ആ വിശ്വാസികളോട് അന്നാസ് പറഞ്ഞാൽ, ആ ആളുകൾ പറഞ്ഞാൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബഹുദൈവ വിശ്വാസികളായ അതല്ലെങ്കിൽ കപടന്മാരായ ആളുകളാണ്. ആ കപടന്മാരായ ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്ന സ്വഹാബത്തിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി ചിലതൊക്കെ പറഞ്ഞു നോക്കി. അവര് പറഞ്ഞത് എന്താണ്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, നിങ്ങൾ യുദ്ധത്തിന് പോകാൻ പാടില്ല, നിങ്ങൾക്കെതിരെ പോരാടാൻ വേണ്ടി, നിങ്ങളെ നേരിടാൻ വേണ്ടി വലിയ ഒരു സംഘത്തെ, ആളുകളെ നിങ്ങളുടെ ശത്രുക്കൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, ശേഖരിച്ചിട്ടുണ്ട്. ഫഖ്ശൗഹും, നിങ്ങളവരെ പേടിക്കണം, നിങ്ങളവരെ ഭയപ്പെടണം. നിങ്ങളെക്കാളും വലിയ സംഖ്യയാണ് അവരിലുള്ളത്, വലിയ ജനവിഭാഗമായിട്ടാണ് അവർ നിങ്ങൾക്കെതിരെ പോരാടുന്നത്. ഫഖ്ശൗഹും, നിങ്ങളവരെ പേടിക്കണം എന്ന് പറഞ്ഞാൽ വഖാലു ഫസാദഹും ഈമാനാ, ഇവരുടെ വിശ്വാസികളുടെ ഈമാനിന് ഒരു പോറലും ഏൽക്കുന്നതിന് പകരം അവരുടെ ഈമാൻ ഇത് കേൾക്കുമ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അവർ പറയും, ഞങ്ങൾക്ക് എല്ലാത്തിനും ഭരമേൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബ് മതി, അവൻ മതി എന്ന് ആ വിശ്വാസികൾ പ്രഖ്യാപിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ സുന്ദരമായ ചരിത്ര താളുകൾ പരതിയാൽ താൻ സ്വീകരിച്ച ആ ശരിയായ ആദർശത്തോടുള്ള തന്റെ പ്രതിബദ്ധതയും തന്റെ ആ ആത്മാർത്ഥതയും ബോധ്യപ്പെടുത്തുന്ന നിരവധി അനവധി ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്, മാതൃകയാണ് നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആനിൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ, നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കിയ ഒരു അധ്യായമുണ്ട്, സൂറത്തുൽ കാഫിറൂൻ. ആ അധ്യായം അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ ആ ഒരു ബഹുദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരാതപ്പോൾ, പ്രവാചകൻ ശരിയായ ആദർശത്തെ ഉറക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ, നിരന്തരമായി അതിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോൾ ബഹുദൈവ വിശ്വാസികൾക്ക് പ്രയാസമായി. പല അർത്ഥത്തിലും പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് പ്രവാചകനെ പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഒന്നിനും തന്നെ പ്രവാചകൻ അനുവദിക്കുന്നില്ല. അവരുടെ വാഗ്ദാനങ്ങൾക്കൊത്ത് പ്രവാചകൻ നിൽക്കുന്നില്ല, പ്രവാചകന്റെ ആദർശത്തിൽ ഉറച്ചു നിന്നു. അവസാനം അവർ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് വേണ്ടി പ്രവാചകനെ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അവർ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, മുഹമ്മദേ, ഒരു വർഷം നീ ഞങ്ങളുടെ ആരാധ്യനെ ഞങ്ങൾ ആരാധിക്കുന്നത് പോലെ ആരാധിക്കണം, വിളിച്ച് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം ഞങ്ങൾ നീ പറയുന്ന രൂപത്തിൽ നിന്റെ ആരാധ്യനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം. ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് തീരുമാനമെടുത്തുകൂടെ എന്ന് പറഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ അവതരിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയെ പറയണം സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ,
നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല. വല അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നുമില്ല. വല അന ആബിദു മാ അബത്തും, വീണ്ടും ശക്തിപ്പെടുത്തിക്കൊണ്ട് വീണ്ടും അല്ലാഹു പറഞ്ഞു, അവരോട് പറയണം, വല അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നുമില്ല. വല അൻതും ആബിദൂന മാ അഅബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കാൻ പോകുന്നുമില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കാൻ പോകുന്നവനുമല്ല. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. അതുകൊണ്ട് ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറാകില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പ്രഖ്യാപിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയനായ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കളിൽ പ്രമുഖനായിരുന്ന, പ്രവാചകന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആദ്യമായി അമ്പെയ്ത്ത് നടത്തിക്കൊണ്ട് അമ്പെയ്ത്ത് എന്ന് പറയുന്ന കലാരൂപത്തെ ജനകീയമാക്കിയ മഹാനായ സ്വഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വളരെ വൈകാരികമായ, വളരെ ചിന്തനീയമായ ഒരു ചരിത്ര സംഭവം ഇസ്ലാമിലുണ്ട്. തന്റെ ഉമ്മയോട് വല്ലാത്ത സ്നേഹമുണ്ടായിരുന്ന മകനായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഉമ്മാക്കും തന്റെ മകനോട് അമിതമായ സ്നേഹമായിരുന്നു. വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും എല്ലാ അർത്ഥത്തിലും ഒരു മാതാവിനോട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം തന്റെ ഉമ്മയോടൊപ്പം ജീവിച്ചത്. എന്നാൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി ബഹുദൈവ വിശ്വാസിനിയായിരുന്ന അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് അതൊരു വലിയൊരു പ്രയാസമായി മാറി. തന്റെ ജീവിതത്തിൽ തന്റെ മകൻ തന്നോട് ചെയ്ത ഏറ്റവും വലിയ ഒരു അക്രമമായിട്ടാണ് ആ ഉമ്മാക്ക് തന്റെ മകന്റെ ഈ ഇസ്ലാം സ്വീകരണം തോന്നിപ്പോയത് എന്നതാണ്. ആ ഒരു രംഗം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, കുന്തു റജുലൻ ബർറൻ ബി ഉമ്മി, എന്റെ ഉമ്മയോട് അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും ആ എല്ലാ അർത്ഥത്തിലുള്ള ഉമ്മയോട് ചെയ്യേണ്ട കടപ്പാടുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരു മകനായിരുന്നു ഞാൻ. എന്നാൽ ഫലമ്മ അസ്ലംത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി എന്റെ ഉമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, യാ സഅദ്, അല്ലയോ സഅദ്, മാ ഹാദല്ലദി അറാക ഖദ് അഹ്ദസ്, അല്ലയോ സഅദ്, എന്താണ് ഈ പുതിയ മതം, എന്താണ് പുതുതായിട്ട് നീ മതത്തിൽ കടത്തിക്കൂട്ടിയത്, ഞങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് എന്താണ് നീ പുതിയ മതവുമായി കടന്നു വരുന്നത്? അതുകൊണ്ട് സഅദേ, ഉമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ നീ നിന്റെ ഈ പുതിയ മതത്തെ വിട്ടുമാറണം. അതല്ല എങ്കിൽ നിന്റെ പ്രിയപ്പെട്ട, നീ ഇത്രയും സ്നേഹത്തോടു കൂടി നോക്കിക്കാണുന്ന നിന്റെ ഉമ്മയായ ഞാൻ, നിന്റെ ഈ ഇസ്ലാം സ്വീകരണത്തിന്റെ പേരിൽ, പുതിയ മതം സ്വീകരിച്ചതിന്റെ പേരിൽ എന്റെ ശരീരത്തെ പട്ടിണിക്കിട്ട് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഞാൻ പിടഞ്ഞു മരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ അവസാനം ആളുകൾ എല്ലാവരും, നിന്നെ സ്നേഹിച്ച, നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞ നിന്റെ ആളുകൾ എല്ലാവരും നിന്നെ കുറിച്ച് പറയും, ഖാതിലു ഉമ്മിഹി, ഉമ്മയെ കൊന്നവനാണവൻ, സ്വന്തം ഉമ്മയുടെ മരണത്തിന് കാരണക്കാരനായ മകനാണെന്ന് പറഞ്ഞ് എല്ലാവരും നിന്നെ കൈയൊടിയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തന്റെ ഉമ്മ തന്നെ ഭീഷണിപ്പെടുത്തി. വല്ലാത്തൊരു പ്രയാസമാണ് ആ സ്വഹാബിക്കുണ്ടായത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമ്മി ലാ തഫ്അലി യാ ഉമ്മ, അങ്ങനെ ചെയ്യരുത് ഉമ്മ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫഇന്നി ലാ അദഉ ദീനി ഹാദാ ലിശൈ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഈ ദീൻ അത് ഒഴിവാക്കാൻ, അതിനോടൊരു കോംപ്രമൈസ് കാണിക്കാൻ എനിക്ക് കഴിയില്ല ഉമ്മ എന്ന് അദ്ദേഹം പറഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ ഉമ്മ 1, 2, 3 ദിവസങ്ങൾ ഇങ്ങനെ പട്ടിണിക്കിട്ട് ഭക്ഷണം കഴിക്കാതെ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു എന്നാണ്. ഉമ്മയോട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടു കൂടി വർത്തിക്കുന്ന ഒരു മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത് നോക്കിക്കാണാൻ സാധിച്ചില്ല. ഉമ്മ ഇങ്ങനെ ശരീരത്തെ പ്രയാസപ്പെടുത്തി ക്ഷീണിച്ച് തളർന്നു പോവുകയാണ് ഓരോ ദിവസവും. അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ വന്നുകൊണ്ട് വിഷയം അവതരിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടുണ്ട്, എന്റെ ഉമ്മയെ ഇങ്ങനെ ശപഥം ചെയ്തിട്ടുണ്ട്, അവർ പിന്മാറുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, എന്ത് ചെയ്യണം റസൂലേ എന്ന് ചോദിച്ചപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തു ലുഖ്മാനിലെ 2 വചനം അവതരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം മനുഷ്യർക്ക് ഉപദേശം നൽകിയിരിക്കുന്നു. ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഉമ്മയെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാമത്തെ ആയത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു.
ഒരു ഉമ്മ എന്ന് പറഞ്ഞാൽ പ്രയാസത്തിന്മേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് മക്കളെ പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വിഷയത്തിൽ വസിയത്ത് നൽകിയിരിക്കുന്നു. 2 വർഷമാണ് മുലകുടി സമയം എന്നുള്ളത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, എല്ലാ മക്കളോടും പറഞ്ഞു, എന്നോടും നിങ്ങളുടെ മാതാപിതാക്കളോടും നിങ്ങൾ നന്ദിയുള്ളവരാവണം എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല 1-ാമത്തെ വചനത്തിൽ പറഞ്ഞു. തുടർന്ന വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്നാൽ ഒരു തെറ്റിന്റെ പേരിൽ, ഒരു തിന്മയുടെ പേരിൽ ഒരു മാതാവാണെങ്കിൽ പോലും തന്റെ മകനോട് നിർബന്ധം ചെലുത്തിയാൽ അവന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് 2-ാമത്തെ വചനം അവതരിക്കുന്നത്. അള്ളാഹു പറഞ്ഞു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം. എന്നാൽ ഒരു മകനോട് തന്റെ മാതാപിതാക്കൾ അള്ളാഹുവിന്റെ വിഷയത്തിൽ ശരിയല്ലാത്ത തെറ്റായ ഒരു കാര്യത്തിൽ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന വിഷയത്തിൽ അവരെ നിർബന്ധിപ്പിച്ചാൽ ഫലാ തുതിഅഹുമാ, എത്ര സ്നേഹമുള്ള മാതാവിനോടാണെങ്കിലും ആ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് പാടില്ല, അവരെ അനുസരിക്കാൻ പാടില്ല. എന്നാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, അതല്ലാത്ത മറ്റുള്ള ദുനിയാവിന്റെ വിഷയത്തിലെല്ലാം വളരെ മാന്യമായി പെരുമാറണം. ഇതിന്റെ പേരും പറഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകളുടെ വിഷയത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല, മോശമായി സംസാരിക്കാൻ പാടില്ല, കയർത്ത് സംസാരിക്കാൻ പാടില്ല. അവർ ആവശ്യപ്പെട്ടത് ശിർക്കൻ പരിപാടിയാണെങ്കിൽ പോലും അതിനെ അനുസരിച്ചു പോകാൻ പാടില്ല. അതോടൊപ്പം അവരെ എതിർത്ത് സംസാരിക്കാൻ പാടില്ല. മറ്റുള്ള വിഷയത്തിലെല്ലാം വളരെ മയത്തോടുകൂടി അവരോട് പെരുമാറണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല വചനം അവതരിപ്പിച്ചത്. അവിടെ ഒരു നിലപാട് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കൃത്യമായ ഒരു തീരുമാനത്തിലെത്താൻ അതോട് സാധിച്ചു. അങ്ങനെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വീണ്ടും വീട്ടിലേക്ക് പോയി. ഉമ്മയുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഉമ്മ ഒരു നിലക്കും തന്നെ പട്ടിണി കിട്ടി പ്രയാസപ്പെടുത്തുന്ന അവസ്ഥാവിശേഷത്തിൽ നിന്ന് മാറുന്നില്ല, പിന്തിരിയുന്നില്ല. അവസാനം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി ശക്തമായ ശൈലിയിൽ തന്റെ ഉമ്മയോട് പറഞ്ഞ വാചകങ്ങൾ നമുക്ക് കാണാം. യാ ഉമ്മ, എന്റെ ഉമ്മ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, തഅലമീൻ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലൗ കാനതു ലകി മിഅതു നഫ്സ്, അദ്ദേഹം പറയാണ്, ഉമ്മ, നിങ്ങൾക്കിനി ഒന്നല്ല 100 ആത്മാവ് കിട്ടി, 100 ജീവൻ ലഭിച്ചു എന്ന് നിങ്ങൾ കരുതുക. ഫഖറജത് നഫ്സൻ നഫ്സ, അതിൽ ഓരോ നഫ്സും ഓരോ ആത്മാവും എന്റെ ഇസ്ലാം സ്വീകരണത്തിന്റെ പേരിൽ പിടഞ്ഞു വീണാലും മാ തറക്തു ദീനി ഹാദാ ലിശൈ, ഞാൻ സ്വീകരിച്ച എന്റെ റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട്, എന്റെ പ്രവാചകനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ച ഈ ശരിയായ ആദർശം, അതിൽ നിന്ന് ഒരു അല്പം പോലും തെന്നി മാറുന്ന പ്രശ്നമില്ല, ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കയില്ല എന്റെ മതം. ഫഇൻ ശിഅതി ഫകുലി, ഉമ്മ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോ, വഇൻ ശിഅതി ലാ തഅകുലി, അതല്ല എങ്കിൽ കഴിക്കണ്ട എന്നവിടുന്ന് പറഞ്ഞു എന്നാണ്. ഒരിക്കലും നിങ്ങൾ പിടഞ്ഞു മരിച്ചാലും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ആദർശത്തിൽ നിന്ന് ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറാവില്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ പ്രിയപ്പെട്ടവരെ സംഭവിച്ചത്? ചരിത്രം പറയുന്നത് ഫഅകലത്, ഉമ്മ ഭക്ഷിച്ചു എന്നാണ്. ആ മുശ്രിക്കത്തായ ഉമ്മാക്ക് മനസ്സിലായി, എന്റെ മകനെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാലും ഭീഷണിപ്പെടുത്തിയാലും അവൻ ഈ ആദർശത്തിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയില്ല. അങ്ങനെ അവര് ഭക്ഷണം കഴിച്ചു എന്നാണ്. അത്രേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ആ ചരിത്രം പറയുന്നത്. ഇവിടെ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ധീരതയാണ്, തന്റെ ആദർശത്തോടുള്ള പ്രതിബദ്ധതയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില മക്കളുണ്ട്, മാതാപിതാക്കളുടെ അമിതമായ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ ആദർശം മനസ്സിലാക്കിയ, ശരിയായ തൗഹീദ് ഉൾക്കൊണ്ട ഒരു മകനായിരിക്കും. വീട്ടിൽ ഉമ്മ ശിർക്കൻ പരിപാടികൾ നടത്തുന്നുണ്ടാവും. മൗലിദിനും മറ്റുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത ബിദ്അത്തുകൾക്കും ശിർക്കൻ പരിപാടികൾക്കും ഭക്ഷണം ഉമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. ഉമ്മ ആദർശം മനസ്സിലാക്കാത്ത വ്യക്തിയാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ട മകൻ ആദർശം പുൽകിയ വ്യക്തിയായിരിക്കും. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഉമ്മ പറയും, മകനെ ഇന്ന കാര്യത്തിന് വേണ്ടി, ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇന്ന സാധനങ്ങൾ കൊണ്ടുതരണം എന്ന് പറഞ്ഞപ്പോ മകൻ എന്ത് ചെയ്യും? ഇതെല്ലാം ചെയ്തു കൊടുക്കും. ഉമ്മ പറഞ്ഞതല്ലേ, ഉമ്മയുടെ സന്തോഷമല്ലേ എനിക്ക് വലുത് എന്ന് പറഞ്ഞ് ഈ തെറ്റായ ശിർക്കായ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിനാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതെന്നറിഞ്ഞിട്ടും ആ മകൻ എല്ലാം ചെയ്തു കൊടുക്കും. എന്നിട്ട് വലിയ അഭിമാനത്തോടു കൂടി പുറത്തേക്ക് വന്ന് പറയും, എൻ്റെ ഉമ്മക്ക് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, പക്ഷെ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കും. ഞാൻ വീട്ടിൽ അതിനൊന്നും പങ്കെടുക്കൂല, പക്ഷെ വീട്ടുകാർക്ക് ഉമ്മക്ക് അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. കാരണം ഉമ്മയല്ലേ, ഉമ്മ അതിന്റെ പേരിൽ എന്നോടൊരു സങ്കടം പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതി, വീട്ടുകാരെ ചൊടിപ്പിക്കേണ്ട, അവരെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി ഞാൻ ഇതൊക്കെ ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞ് തെറ്റാണെന്ന് ഉറപ്പുള്ള കാര്യത്തിൽ മാതാപിതാക്കളോട് സഹകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, അത് പാടില്ല എന്നാണ്.
അത് പാടില്ല എന്നാണ്. അതിന്റെ പേരിൽ ഉമ്മ അല്പം വേദനിച്ചാൽ അത് പ്രശ്നമില്ല എന്നാണ്. അള്ളാഹു അതിന്റെ പേരിൽ നമ്മളെ സ്നേഹിക്കും. ഉമ്മയോട് നേരെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. അങ്ങനെയും ചില മക്കളുണ്ട്. ഇത്തരം ശിർക്കൻ കാര്യങ്ങൾ അറിയാത്ത ഉമ്മ ഒരു പക്ഷെ വീട്ടിൽ മകനോട് ആവശ്യപ്പെടും. അപ്പോൾ എന്താ ചെയ്യാ? നിങ്ങൾക്കറിയില്ലേ, വിവരമില്ലേ, നിങ്ങൾ എന്താണ് എന്നോട് ഇത് ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞ് ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മക്കളുമുണ്ട്. അതും ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് കൃത്യമായി ആ വിഷയത്തിലെ തന്റെ നിലപാട് പറഞ്ഞു കൊടുക്കണം. ഇത് ശരിയല്ല ഉമ്മ, വേറെ എന്ത് വേണമെങ്കിൽ പറഞ്ഞു, എന്റെ സ്വന്തം സമ്പത്ത് മുഴുവൻ ചോദിച്ചോ തരാം, പക്ഷെ ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല ഉമ്മ എന്ന് പറഞ്ഞ് അവിടുന്ന് നമ്മുടെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഇസ്ലാമിക ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ ചരിത്രം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട തന്റെ പിഞ്ചോമന മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഷയം നമുക്കറിയാം. ഒരുപാട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കിട്ടിയ മകനാണ്. അവസാനം അറുക്കണമെന്നാണ് അള്ളാഹുവിന്റെ കൽപ്പന. എത്ര പ്രയാസം ഉണ്ടാവും. എന്നാൽ ഒരിക്കൽ പോലും ഇബ്രാഹിം നബി അള്ളാഹുവിനോടൊന്ന് ചോദിക്കാമായിരുന്നു, ആവശ്യപ്പെടാമായിരുന്നു, അള്ളാഹുവെ മാറ്റിത്തരണം തീരുമാനം, അള്ളാഹുവെ ഇങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് കഴിയില്ല, എന്റെ മകനെ അറുക്കാൻ വേണ്ടി എന്നോട് പറയരുത് റബ്ബെ എന്ന് ഇബ്രാഹിം നബിക്ക് ഒരു പക്ഷേ പറയാമായിരുന്നു. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഹിക്മത്തുള്ള ഒരു കാര്യമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് ചരിത്രം. അള്ളാഹു പറഞ്ഞത് നടപ്പിലാക്കാനാണ് തീരുമാനമെടുത്തത്. മകനോട് വന്ന് പറഞ്ഞു, മകന്റെയും തീരുമാനം അത് തന്നെയാണ്. ഉപ്പ, എങ്ങനെ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കും? എങ്ങനെ നിങ്ങൾ എന്നെ അറുക്കും? ഇത്രയും നിങ്ങൾ പ്രാർത്ഥിച്ചു കിട്ടിയ പ്രിയപ്പെട്ട മകനല്ലേ ഞാൻ. എത്ര വർഷമായി നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുന്നു, ഒരല്പസമയമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇപ്പോൾ തന്നെ അറുക്കാൻ പറയുക. നിങ്ങളുടെ റബ്ബിനോട്, ഞങ്ങളുടെ റബ്ബിനോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തീരുമാനം മാറ്റിത്തരാൻ വേണ്ടി പറയണമെന്ന് ആ മകൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ മകൻക്കൊരു നിലപാടുണ്ട് എന്നതാണ്. മകൻ പറഞ്ഞത് എന്താണ്? യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, അള്ളാഹു പറഞ്ഞത് അനുസരിക്കുക എന്നാണ്. അള്ളാഹു പറഞ്ഞത് കേൾക്കൂ. അള്ളാഹു തീർച്ചയായും അവനെയാണ് നിങ്ങൾ അനുസരിക്കേണ്ടത്. എന്നെ ക്ഷമിക്കുന്ന ക്ഷമയുള്ള ഒരാളായി നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനം നടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് സമ്മതിക്കുന്ന രംഗമാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇബ്രാഹിം നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ചരിത്രം അത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മറ്റൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജനമായ, ജനവാസമില്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത മക്ക എന്ന് പറയുന്ന മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട സ്വന്തം കുഞ്ഞിനെയും ആ ഭാര്യയും ഉപേക്ഷിച്ച് പോകുന്ന രംഗം ചരിത്രത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് ചോദിക്കുന്നുണ്ട്, യാ ഇബ്രാഹിം ഐന തദ്ഹബ്. ഇബ്രാഹിം ഒന്നും പറഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് അപ്രകാരം തന്നെ നടപ്പിലാക്കുകയാണ്. അവരെ നേരെ ആ മക്ക എന്ന മരുഭൂമിയിൽ കൊണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ചോദിക്കുന്നുണ്ട് ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാം, യാ ഇബ്രാഹിം ഐന തദ്ഹബ്, എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഒന്നും പറയാതെ യാതൊരു കൂടപ്പറപ്പ് ഒന്നുമില്ലാത്ത ഈ ഒരു നാട്ടിൽ, ഈ ഒരു വിജനമായി കിടക്കുന്ന പ്രദേശത്ത് എങ്ങനെയാണ് ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത്? എന്താണ് കാര്യം? ഒന്നും ഇബ്രാഹിം നബി പറയുന്നില്ല എന്നാണ്. ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞ് ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ്. അവസാനം ഹാജർ അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലായി കാര്യം. അവര് ചോദിച്ചു, ഇബ്രാഹിം, നിങ്ങളോട് അള്ളാഹ് പറഞ്ഞതാണോ ഇത്? നിങ്ങളുടെ റബ്ബ് പറഞ്ഞ തീരുമാനമാണോ? ഖാല നഅം. അത് പറഞ്ഞപ്പോഴാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചത്, നഅം, അതെ, അള്ളാഹിന്റെ തീരുമാനമാണ്. അപ്പോൾ പറഞ്ഞ മറുപടി, ഇദൻ ലാ യുദയ്യിഉനാ സുമ്മ റജഅത്. പിന്നെ ഒന്നും പറയാൻ നിന്നില്ല എന്നാണ്, ന്യായീകരിക്കാൻ നിന്നില്ല. എന്തൊരു പ്രയാസമാണിത്, എന്തൊരു തീരുമാനമാണ് റബ്ബിൻ്റെത് എന്നൊന്നും പറയാൻ നിന്നില്ല. അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ, അള്ളാഹു ഞങ്ങളെ കൈയൊഴിയുകയില്ല, റബ്ബ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയി എന്നാണ്. ആ മക്കയിൽ തന്റെ കുഞ്ഞിനോടൊപ്പം ഒറ്റയ്ക്ക് ജീവിക്കാൻ അവർ തയ്യാറായി എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നിരവധി അനവധി ചരിത്രങ്ങൾ നമുക്ക് ഇസ്ലാമിക ലോകത്ത് ഇതിന് മാതൃകയായി കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു വിഷയത്തിൽ സ്വന്തം നിലപാട് ഉറപ്പിക്കുന്ന കാര്യത്തിൽ, ഭദ്രമാക്കുന്ന കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? മുസ്ലിം നാമധാരികളായിക്കൊണ്ട്, മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മിൽ എത്ര ആളുകൾക്ക് നമ്മുടെ ദീനിന്റെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ താൻ ശരിക്കും മനസ്സിലാക്കിയ, ഉറപ്പിച്ച് മനസ്സിലാക്കിയ ആദർശത്തിന്റെ കാര്യത്തിൽ ആ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ, അതിൽ യാതൊരു മാറ്റവ്യത്യാസവും ഇല്ലാതെ അതിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്നത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും നമ്മൾ വളരെ ചെറിയ നിസ്സാരമായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്നത്. ചില ആളുകൾ പറയും, എന്തിനാണ് വെറുതെ ആളുകളെ പ്രയാസപ്പെടുത്തുന്നത്, എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തിനാണ് ഐക്യത്തെ തകർക്കുന്നത്, പരസ്പരം ഇണങ്ങാൻ വേണ്ടി, പരസ്പരം ഒരുമിച്ച് കൂടാൻ വേണ്ടി എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട്
തെറ്റിന്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ ഐക്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ശരിയായ നിലപാട് അല്ല എന്നുള്ളതാണ്. സത്യത്തിന്റെ എതിരാളികളായ ആളുകളെ കൂടെ ഒരു ഐക്യം, ഒരു ഇണക്കം മുസ്ലിമീങ്ങൾക്കില്ല. ആ വിഷയത്തിൽ ഒരു വേർതിരിവ് കാണിക്കേണ്ടതുണ്ട് എന്നതാണ്. അവിടെ നമ്മുടെ നിലപാട് നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നുള്ളതാണ്. അതിൽ യാതൊരു മാറ്റവ്യത്യാസവും ഏറ്റക്കുറവും വിശ്വാസികൾക്ക് ഉണ്ടാവരുത് എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വലിയ രണ്ട് ആഘോഷം എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കപ്പെടുന്ന രണ്ട് ആഘോഷങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓണം എന്ന് പറയുന്ന അമുസ്ലിമീങ്ങളായ ആളുകളുടെ മതവുമായി ബന്ധപ്പെട്ട ഇന്ന് കേരളീയ ആഘോഷമാണെന്നൊക്കെ വിശേഷിപ്പിച്ചാലും അമുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ വാദിക്കുന്നത് പോലെ, ബോധ്യപ്പെടുത്തുന്നത് പോലെ അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായി ഒന്നും പറയാനോ ഒന്നും നിൽക്കുന്നില്ല. അത് അവരുടെ ആഘോഷമാണ്, അവർക്കതാവാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇതിലൊരു നിലപാടുണ്ടാവേണ്ടതുണ്ട്. ഓണത്തിന്റെ സദ്യ വിളമ്പുമ്പോൾ, ഓണത്തിന്റെ ഭക്ഷണം നൽകുമ്പോൾ അമുസ്ലിമീങ്ങളായ ആളുകളുടെ വീട്ടിൽ നിന്ന് ഒരുപക്ഷെ നല്ല സ്നേഹത്തോടു കൂടി തന്നെ അതിന്റെ ഭക്ഷണങ്ങൾ വരുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മിലേക്ക് എത്തുമ്പോൾ അത് കൈ നീട്ടി സ്വീകരിക്കുന്ന ആ രൂപത്തിലൊരു സഹകരണം പ്രിയപ്പെട്ടവർ നമ്മുടെ ദീനിലില്ല. അങ്ങനെ ഒരു മത സൗഹാർദ്ദം നമ്മുടെ ഇസ്ലാമിൽ ഇല്ല. മറിച്ച് മനുഷ്യ സൗഹാർദ്ദം മാത്രമാണ് ഇസ്ലാമിലുള്ളത്. അവിടെ കൃത്യമായി നമ്മുടെ നിലപാട് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഉമ്മയോട് പറഞ്ഞതുപോലെ ആ വിഷയത്തിൽ കൃത്യമായി ബോധ്യപ്പെടുത്തണം. എനിക്കത് കഴിയില്ല, നിങ്ങളൊന്നും വിചാരിക്കരുത്, ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവരോട് കൃത്യമായി നമ്മുടെ നിലപാട് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നല്ല രൂപത്തിൽ പറഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ അതിൽ ബേജാറാവേണ്ട ആവശ്യമില്ല. അവർക്ക് സങ്കടമാവില്ല. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ പറയാം. അവർക്ക് സങ്കടമാവില്ല. ഇത്ര കാലം ഒരുമിച്ച് ഇണങ്ങിയും ചേർന്നും ജീവിച്ചവരല്ലേ, എന്തിനാണ് വെറുതെ വെറുപ്പിക്കുന്നത്? അയൽവാസിയല്ലേ, അടുത്തറിയുന്ന ആളുകളല്ലേ, എന്തിനാണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഇങ്ങനെ പോകുന്നത്? ഇങ്ങനെ ഒരു വാശിയും കടുംപിടുത്തൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓണത്തിന്റെ ഭക്ഷണവും പ്രശ്നമില്ല, എനിക്ക് മൗലിദിന്റെ ഭക്ഷണവും പ്രശ്നമില്ല, എനിക്ക് എല്ലാം ഒരുപോലെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഇത്തരം കാര്യത്തിൽ തയ്യാറാവുന്നത് ഒരു വിശ്വാസിയുടെ നിലപാടല്ല പ്രിയപ്പെട്ടവരെ. അത് പാടില്ല എന്നതാണ്. അതിലൊരു ഉറച്ച തീരുമാനം എടുക്കാൻ, നിലപാട് വ്യക്തമാക്കാൻ കഴിയുമ്പോഴാണ് ഈ വിശ്വാസി എന്ന് പറയുന്ന നാമത്തിന് ഒരു അർത്ഥമുള്ളൂ. അല്ല എങ്കിൽ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ ഇഷ്ടപ്പെടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത്, ഇത്തരം അനിസ്ലാമികമായ അമുസ്ലിമീങ്ങളുടെ ആഘോഷത്തിൽ നമ്മൾ ഒരർത്ഥത്തിലും സഹകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ആഘോഷം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഖുതുബകളിലൂടെയൊക്കെ നമ്മൾ അതിന്റെ എല്ലാ അപകടങ്ങളും ശരിയായ ഇസ്ലാമിക വശങ്ങളൊക്കെ മനസ്സിലാക്കിയ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹപ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട്, പ്രവാചകന്റെ ജന്മദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അങ്ങേയറ്റം സ്നേഹിച്ച ആ സ്വഹാബത്ത്, സ്വന്തം ജീവൻ പോലും അള്ളാഹിന്റെ റസൂലിന് വേണ്ടി സമർപ്പിക്കാനുള്ള എല്ലാ ത്യാഗവും സന്നദ്ധതയും കാണിച്ച സ്വഹാബത്ത്, ആ സ്വഹാബത്ത് ആരും തന്നെ നിർവഹിക്കാത്ത നബിദിനാഘോഷം എന്ന് പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. അതിന്റെ പേരിൽ തങ്ങളുടെ പള്ളികളെ ക്രിസ്ത്യാനികളുടെ ചർച്ചാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ, അത്രത്തോളം അതിനേക്കാളും ഉപരിയായിക്കൊണ്ട് അതിനെ വർണ്ണിച്ച് അലങ്കരിച്ച് ആ രൂപത്തിൽ ഡെക്കറേഷനുകൾ കൊണ്ട് പൊതിഞ്ഞു മൂടുന്ന സാഹചര്യമാണ് നമുക്ക് പള്ളികളിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പായസങ്ങളും മധുര പലഹാരങ്ങളും വിളമ്പിക്കൊണ്ട് റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്ത് ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട്, ഒരു റോട്ടിൽ നിന്ന്, വഴിയിൽ നിന്ന് ഒരു മാലിന്യം എടുത്തു മാറ്റുന്നത് പോലും ഇസ്ലാമിന്റെ ഈമാനിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച, ആ ഭാഗമാണെന്ന് പഠിപ്പിച്ച അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകളെ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നത്. അതിന്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ച് കൊടി പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് അത് ആഘോഷിക്കാത്ത ആളുകൾക്ക് അള്ളാഹിന്റെ റസൂലിനോടുള്ള സ്നേഹമില്ലാത്തവരാണ്, പ്രവാചകനെ സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവരാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വലിയ അർത്ഥത്തിലാണ്, വലിയ പ്രവാചകനുള്ള സ്നേഹത്തിന്റെ വലിയ ഉദാത്തമായ മാതൃകയായിട്ടാണ് ഇത് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിൽ യാതൊരു തെളിവുമില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചവരാണ്. അള്ളാഹിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിച്ച സ്വഹാബത്തിന്റെ നിരവധി ചരിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മാലിക് ബനു ദീനാർ എന്ന് പറയുന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച് ആ പ്രിയപ്പെട്ട സ്ത്രീയുടെ തന്റെ സ്വന്തം ഭർത്താവ് മരിച്ചുപോയി, സ്വന്തം സഹോദരൻ മരിച്ചുപോയി, തന്റെ സ്വന്തം കുടുംബത്തിൽപ്പെട്ട 2-3 ആളുകൾ മരിച്ചു പിടഞ്ഞു വീണു എന്നാണ് ഉഹുദിന്റെ രണഭൂമിയിൽ വെച്ച്. എന്നിട്ട് ആ സ്ത്രീ അത്രയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവും തന്റെ സഹോദരൻ അതുപോലെ തന്നെ അവരുടെ പിതാവും 3 ആളുകൾ മരിച്ചുപോയി എന്നാണ്. എന്നിട്ടോ ആ സ്ത്രീയുടെ ചോദ്യം എന്താണ്? എന്റെ റസൂൽ എവിടെ എന്നാണ്, എന്റെ റസൂലിന് എന്ത് സംഭവിച്ചു എന്നാണ്. മറ്റുള്ള സ്വഹാബത്ത് പറഞ്ഞു, നിങ്ങളുടെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. ആ സ്ത്രീക്ക് അതൊന്നും വലിയ പ്രശ്നമായില്ല എന്നാണ്. സങ്കടമുണ്ടാവും സ്വാഭാവികമായി, എന്നാൽ അതിനെ വലിയ കാര്യമാക്കിയില്ല എന്നാണ്. ആ സ്ത്രീ ചോദിക്കുന്നത്, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂലിന് എന്തെങ്കിലും സംഭവിച്ചോ?
സ്വഹാബത്ത് പറഞ്ഞു, ഒന്നുമില്ല, അള്ളാന്റെ റസൂൽ ഷഹീദായിട്ടില്ല, പ്രവാചകൻ മരിച്ചു പോയിട്ടില്ല, പ്രവാചകൻ ജീവനോടെ ഉണ്ട്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. അവര് വീണ്ടും പറഞ്ഞു, എന്റെ റസൂലിനെ എനിക്കൊന്ന് കാണണം, ഒന്ന് കാണിച്ചു തരൂ. അങ്ങനെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു എന്നാണ്. പ്രവാചകനെ കണ്ടപ്പോൾ ആ സ്ത്രീ പറയുന്ന ഒരു മറുപടി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്ത്രീ പറഞ്ഞു, വല്ലാഹി കുല്ലു മുസീബത്തിൻ ബഅദക് ജലൽ എന്നാണ്. അവര് പറയാണ്, നിങ്ങൾക്ക് ശേഷം അള്ളാന്റെ റസൂലെ, നിങ്ങളെ കൂടാതെയുള്ള എന്തൊരു മുസീബത്തായാലും, പ്രവാചകന്റെ മുസീബത്തായി പ്രവാചകന്റെ മരണം പോലെയുള്ള ഒരു പ്രവാചകന് ഒരു പ്രയാസം ഉണ്ടാകുന്ന എന്തിനപ്പുറമുള്ള മറ്റെന്തൊരു മുസീബത്തായാലും, അത് സ്വന്തം ഉപ്പ മരിച്ചു എന്ന് പറയുന്ന മുസീബത്തായാലും, സ്വന്തം ഭർത്താവ് മരിച്ചു എന്നുള്ള മുസീബത്തായാലും, സ്വന്തം കുടുംബക്കാർ മരിച്ചു പിടഞ്ഞു വീണു എന്ന മുസീബത്തായാലും, അള്ളാഹുവിന്റെ റസൂലിന് ശേഷമുള്ള ഇത്തരം മുസീബത്തുകളെല്ലാം ജലൽ, അത് വളരെ നിസ്സാരമാണ് എന്നാണ് അവർ പറഞ്ഞത്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നാണ്. എന്റെ റസൂല് ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ സമാധാനപ്പെട്ടു എന്നാണ് ആ ചരിത്രം പറയുന്നത്. അങ്ങനെ അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ച സ്വഹാബത്തിൽ എത്ര ആളുകൾ പ്രിയപ്പെട്ടവർ ഇത് ആഘോഷിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആഘോഷത്തിൽ ഒരു മുസ്ലിമിനെ എങ്ങനെ ആ ആഘോഷത്തിന്റെ ദിവസം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടാടുമ്പോൾ അതിന് സഹകരിക്കാൻ സാധിക്കും? അതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങി തിന്നാൻ പറ്റും. അതിനെ എങ്ങനെ നമ്മുടെ മക്കൾക്ക് തീറ്റിക്കാൻ നമുക്ക് സാധിക്കും? ഒരു വിഷമുള്ള വളരെ അപകടം പിടിച്ച ഒരു ഭക്ഷണം ഒരാൾ നമുക്ക് കൈ നീട്ടി തന്നാൽ നമ്മൾ ഭക്ഷിക്കാൻ തയ്യാറാകുമോ? നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ ഭക്ഷിപ്പിക്കുമോ? അത് സാരില്ല, അത് പ്രശ്നമല്ല, അത് ഭക്ഷണമല്ല എന്ന് പറഞ്ഞ് അതിനെ തിന്നാൻ നമ്മൾ തയ്യാറാകുമോ? പ്രിയപ്പെട്ടവര്, നമ്മൾ ഒരിക്കലും തയ്യാറാകില്ല. നമ്മൾ ബുദ്ധിയുള്ളവരാണ്, ബോധമുള്ളവരാണ്. എന്നാൽ ഇതും അത്തരത്തിലുള്ള അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിലുള്ള ഒരു ഭക്ഷണമാണ്. അത് ഓണത്തിന്റെ സദ്യയായാലും ഇസ്ലാമിക ആഘോഷം എന്ന് പറഞ്ഞ് ചമഞ്ഞ ആ രൂപത്തിൽ ഓമനപ്പേരിട്ട് നടത്തുന്ന നബിദിനത്തിന്റെ ഭക്ഷണമായാലും എന്തൊക്കെയായാലും, ഇസ്ലാം പഠിപ്പിച്ച രണ്ട് ആഘോഷങ്ങൾ, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഇതല്ലാത്ത മൂന്നൊരു ആഘോഷത്തിന്റെ ദിവസം ഉണ്ടാക്കുന്ന ഈ ഭക്ഷണത്തിൽ നമ്മൾക്ക് സഹകരിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതിലൊരു നിലപാട് ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഭക്ഷണമല്ല എന്ന് പറഞ്ഞ ഒരു ലാഘവത്തോടുകൂടി കാണുന്ന സ്വഭാവം വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് വിശ്വാസിയുടെ നിലപാട് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹി. അള്ളാഹു പറഞ്ഞു, ഒരു മുസ്ലിമായ യഥാർത്ഥ വിശ്വാസിയായ ഒരു ആണിനാവട്ടെ പെണ്ണിനാവട്ടെ, അള്ളാഹു ഒരു കാര്യത്തിൽ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാടുള്ളതാണ്, ഇത് പാടില്ലാത്തതാണ്, ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹും റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന പണി മാത്രമാണ് നമുക്കുള്ളത്. അത് ഉറപ്പായി കഴിഞ്ഞാൽ ഇന്ന വിഷയത്തിൽ അള്ളാഹു ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാതന്ത്ര്യമില്ല എന്നാണ്. പിന്നെ നമ്മുടെ വക ഒരു അഭിപ്രായം പറയാനോ നമ്മുടെ വക ഒരു നിലപാടെടുക്കാനോ ഒരു തീരുമാനത്തിനെത്താനോ ഒരു അനുവാദവും ഇല്ല എന്നാണ്. അങ്ങനെ അതിനെതിരായി കൊണ്ടൊരു അഭിപ്രായം എടുത്തു അള്ളാഹുവിനെ ധിക്കരിച്ചാൽ, അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ അവൻ വ്യക്തമായ നിലയിൽ വഴികേടിലാണെന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇത്തരം വിഷയങ്ങളിൽ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളിൽ, അനാചാരങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ കൃത്യമായ ഒരു നിലപാട് ബോധ്യപ്പെടുത്തണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളാവുക. അങ്ങനെയുള്ള വിശ്വാസികളായി ജീവിച്ചാൽ മാത്രമേ റാഹത്തായ ഒരു മരണം നമുക്ക് ലഭിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഉഖബത്ത് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരു സ്വഹാബ വനിതയെ വിവാഹം കഴിച്ചു. വളരെ സന്തോഷകരമായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയി. പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളോ പരാതികളോ ഒന്നുമില്ല. അങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു സ്ത്രീ കടന്നു വന്നു. ഒരു സ്ത്രീ വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും, ഈ ഭാര്യ ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും മുലകുടി ബന്ധത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ത്വലാഖ് ചെല്ലണമെന്നാണ്. ഇസ്ലാമിന്റെ ആ വിഷയത്തിലുള്ള വിധി നമുക്കറിയാം.
മുലകുടി ബന്ധത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർ അവർ സ്വന്തം സഹോദരി സഹോദരന്മാർക്ക് തുല്യമാണ്. പരസ്പരം വിവാഹം കഴിക്കാൻ പറ്റൂല. ഇതാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. ആരോടായി പറയുന്നത്? വളരെ സന്തോഷത്തോടു കൂടി വിവാഹ ജീവിതത്തിലൂടെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ച് ജീവിതത്തെ ആനന്ദകരമായി നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദമ്പതികളോടാണ് വന്ന് പറയുന്നത്, നിങ്ങൾ ത്വലാഖ് ചെല്ലണം. ആ സ്വഹാബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എത്ര പ്രയാസമായിരിക്കും പ്രിയപ്പെട്ടവരെ ഉണ്ടാവുക. പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു തീരുമാനമുണ്ടല്ലോ. ആ സ്ത്രീ പറയുന്നത് സത്യമാണെന്ന് അന്വേഷിക്കൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ അത് സത്യമാണെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കണം, ത്വലാഖ് ചെല്ലണം. വേറെ നിർവാഹമില്ല. സ്വഹാബിക്ക് അറിയാം. വല്ലാത്ത പ്രയാസമായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് കാര്യം പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൈഫ് വഖദ് ഖീൽ, കൈഫ് വഖദ് ഖീൽ. ആ സ്ത്രീക്ക് സപ്പോർട്ടായിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പ്രതികരിച്ചത്. എന്ത് ചെയ്യാൻ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞില്ല ആ സ്ത്രീ. അപ്പോൾ സഹോദരിമാരാണ് നിങ്ങൾ, സഹോദരന്മാരാണ്. ത്വലാഖ് ചെല്ലണമെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറയുന്നത്. എന്ത് ചെയ്യാൻ? അത്രയും സന്തോഷത്തോടു കൂടി ദാമ്പത്യ ജീവിതം നയിച്ച ആ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ, അള്ളാഹുവിന്റെ തീരുമാനമാണിത്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നും പിന്നെ അവിടെ ന്യായീകരിക്കാൻ നിർവാഹമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പരസ്പരം ത്വലാഖ് ചൊല്ലി എന്നാണ്. എന്നിട്ട് ആ സ്വഹാബി വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടാണ് ജീവിതത്തെ കഴിച്ചു കൂട്ടിയത് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു ഇസ്ലാമിക വശം നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്, ത്വലാഖ് ചെല്ലണം എന്നൊരു അവസ്ഥക്ക് നമുക്ക് വരാണെങ്കിൽ, ഈ സ്വഹാബിക്ക് വന്ന ഇതേ ഒരു പ്രതിസന്ധി നമുക്ക് വരാണെങ്കിൽ, ഇങ്ങനെ ഒരു പരീക്ഷണം നമുക്ക് നേരിട്ടാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ മനസ്സിന്റെ ഒരു അവസ്ഥ? എത്ര പ്രയാസം ഉണ്ടാവും. 100 വട്ടം നമ്മൾ ചിന്തിക്കും, എന്താ ചെയ്യാം. 100 ന്യായീകരണങ്ങൾക്ക് വേണ്ടി നമ്മൾ പല രൂപത്തിൽ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും. എല്ലാ അർത്ഥത്തിലും ഇതൊന്ന് ശരിയായി കിട്ടാൻ, തനിക്ക് അനുകൂലമായി കിട്ടാൻ നമ്മൾ പ്രയത്നിക്കും, അതിലൊരു സംശയമില്ല. പക്ഷേ ഈ സ്വഹാബിയുടെ അള്ളാഹുവിന്റെ തീരുമാനമാണ് വലുത്. അള്ളാഹു നിശ്ചയിച്ച തീരുമാനമാണിത്. ഞങ്ങൾ അറിയാതെ എങ്ങനെ ചെയ്തു പോയതാണ്. അതുകൊണ്ട് ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടെ തന്റെ നിലപാട് ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു വർത്താനില്ല. അള്ളാന്റെ റസൂലിനോട് ചോദിക്കുന്നില്ല, റസൂലെ എന്താണ്, അങ്ങനെ പറയാൻ പറ്റുമോ, ഒന്നുകൂടെ അന്വേഷിച്ച് നോക്കണം എന്നൊന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് മനസ്സിലായിട്ടുണ്ട്, അദ്ദേഹം അതിന് തയ്യാറായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ നമ്മിലൊക്കെ ചില വാപ്പന്മാരുണ്ട്, പ്രത്യേകിച്ചും ഈ കല്യാണത്തിന്റെ ഒക്കെ സമയം വരുമ്പോൾ ഒരു നിലപാടും ഇല്ലാത്ത വാപ്പന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. വലിയ വർഷങ്ങളായിട്ട് ആദർശമുള്ളവനായിട്ട് ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന വലിയ നേതാവൊക്കെ ആയിരിക്കും. എന്താ സംഭവിക്കല്? വീട്ടിൽ മകളുടെ കല്യാണം നടക്കുന്നുണ്ടാവും, അവസാനത്തെ മകളായിരിക്കും, വല്ലാതെ സ്നേഹത്തോടു കൂടി പോറ്റി വളർത്തിയ കുട്ടിയായിരിക്കും. അപ്പൊ ഈ മക്കളുണ്ടാവും, ആൺമക്കളുണ്ടാവും. ഈ പിതാവിന് 3 ആൺമക്കളുണ്ടെങ്കിൽ 3 ആളും ദീനുമായിട്ട് വലിയ ബന്ധമില്ലാത്ത, എല്ലാ സംഗീതങ്ങളും തോന്നിവാസങ്ങളൊക്കെ ആയിട്ട്, കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഗീതങ്ങളുമായി തോന്നിവാസങ്ങളുമായി കഴിച്ചു കൂട്ടേണ്ട ഒരു ഏർപ്പാടാണ് കല്യാണം എന്നൊക്കെ കരുതുന്ന മക്കളായിരിക്കും. അങ്ങനെ ഈ മക്കളുടെ നിർബന്ധത്തെ വഴങ്ങിക്കൊണ്ട് ഈ സ്വന്തം മകളുടെ കല്യാണത്തിന് വീട്ടിന് എല്ലാ തോന്നിവാസങ്ങളും ഇങ്ങനെ അരങ്ങൊഴങ്ങിയിട്ടുണ്ടാവും, ഒരുങ്ങി എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഈ ഉപ്പക്കൊരു നിലപാടുണ്ടാവില്ല, ഉപ്പ ഒന്നും മിണ്ടൂല, വളരെ നിശബ്ദനായിക്കൊണ്ട് എല്ലാത്തിനെയും അംഗീകരിച്ചു കൊടുക്കും. പക്ഷെ അതിലൊന്നും ഉപ്പയുടെ പോയിട്ട് മുമ്പിൽ നിൽക്കൂല, ശരി തന്നെയാണ്, മാറി നിൽക്കും. എന്നിട്ടോ ഒന്നും അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടൂല. എന്നിട്ട് ചോദിക്കുന്നവരോട് പറയും, എന്ത് ചെയ്യാൻ, മക്കളൊക്കെ അങ്ങനെയാണ്, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ, എന്ത് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് അതിലൊരു നിലപാടില്ലാത്ത ഒരു പിതാവായിട്ട് മാറുന്നൊരു രംഗങ്ങൾ പല കല്യാണ വീടുകളിലും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. നമ്മുടെ ആ ഒരു കുട്ടിയോട്, മകളോട് നമുക്ക് ആത്മാർത്ഥമായി സ്നേഹമുള്ള പിതാവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കല്യാണത്തിന് മുമ്പ്, തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് മകളെ വിളിച്ചിട്ട് പറയണം, പ്രിയപ്പെട്ട മകളെ, നിന്നെ പൊന്നുപോലെ ഞാൻ പോറ്റി വളർത്തിയിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഒരു വിവാഹമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്റെ കല്യാണത്തിന്റെ ദിവസം നീ നല്ല രൂപത്തിൽ ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ, നിന്റെ ഭാവി സന്തോഷപൂരിതമാകണമെങ്കിൽ, പ്രിയപ്പെട്ട മകളെ, നിന്റെ കല്യാണത്തിൽ നിനക്കൊരു തീരുമാനം വേണം. ഒരു ഹറാമും എന്റെ കല്യാണത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് നീ നിന്റെ സഹോദരന്മാരോട് പറയണം, നിന്റെ വീട്ടുകാരോട് പറയണം, നിന്റെ കുടുംബക്കാരോട് പറയണമെന്ന് ആ മകളോട് വിളിച്ച് പറയാനുള്ള തന്റെ ഇടം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം, പിതാക്കന്മാർക്ക് ഉണ്ടാവണം. ഇതൊന്നും ചെയ്യൂല. അങ്ങനെ ഒരു നിലപാട് ഉപ്പക്കുണ്ട്. ഇന്ന ഒരു പ്രശ്നം വീട്ടിൽ, ഇന്ന ഒരു സംഗീതം ഉണ്ടാക്കിയാൽ കൊണ്ടുവന്നാൽ ഉപ്പ ഇതിനെതിർക്കും എന്നൊരവസ്ഥ വിശേഷം വേണം. അതില്ലാതെ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് സാരില്ല, ഇതൊരു ആദ്യത്തെ ഒരു ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു സന്തോഷമല്ലേ എന്നൊക്കെ ന്യായം പറയാം.
അല്ലേ? കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, അതൊക്കെ ഒന്ന് രസത്തിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞൊരു അഴകുഴമ്പ നിലപാട് ഇത് പാടില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിഷയത്തിൽ ഒരു നിലപാട് വേണം. എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് പൊട്ടിക്കയറി കയർത്ത് സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി നല്ല സന്തോഷപൂരിതമായ ഇത്തരം ആഘോഷ ദിവസങ്ങൾ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ സുദിനങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കി കലാപം ഉണ്ടാക്കി അവിടെ ആ രൂപത്തിൽ ഛിദ്രതയുണ്ടാക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ചില രക്ഷിതാക്കൾ അങ്ങനെ ഉണ്ട്, കൃത്യമായൊരു നിലപാടുണ്ടാവില്ല തുടക്കം മുതലേ. പിന്നെ ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രസംഗം കേട്ടിട്ട് നേരെ വീട്ടിൽ ചെല്ലും, അത്തരം സദസ്സുകളിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാകും, ഒച്ചപ്പാടാകും, അതിനേക്കാളും വലിയ പ്രശ്നത്തിലേക്കായിരിക്കും പോവുക. അതൊന്നും ഒരു ശരിയായൊരു നിലപാടല്ല. മറിച്ച് ആദ്യം മുതലേ ഇത്തരം വിഷയങ്ങളിൽ നമുക്കൊരു നിലപാടുണ്ടാവണം. ആ ഒരു സംഗതി ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവരെ വിളിച്ചിരുത്തി പറയണം, മക്കളോട് പറയണം. ആൺമക്കൾ അങ്ങനെ പ്രശ്നക്കാരുണ്ടെങ്കിൽ വിളിച്ചു പറയണം, മോനെ സംഗതിയൊക്കെ ശരിയാണ്, എന്റെ വീട്ടിൽ ഇതൊന്നും നടക്കൂല, എന്റെ മകളുടെ കല്യാണത്തിന്റെ ദിവസം നിന്റെ തോന്നിവാസം ഇവിടെ നടക്കൂല, ഇത് ചെയ്യാൻ പാടില്ല, ഉണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് ഉണ്ടാവില്ല എന്ന് പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാപ്പ ഈ കല്യാണത്തിന് ഉണ്ടാവില്ല, നിങ്ങൾ എന്തൊക്കെ വേണം ചെയ്തോളി എന്ന് രണ്ടോട്ടം പറഞ്ഞാൽ മക്കൾക്ക് കാര്യം മനസ്സിലാവും. പിന്നെ ഒരു കല്യാണത്തിനും ആ വീട്ടിൽ അങ്ങനത്തെ ഒരു ഏർപ്പാട് ഉണ്ടാവില്ല. ഇത് അതൊന്നും ചെയ്യൂല, നിലപാട് വ്യക്താക്കൂല, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒപ്പിച്ചു പോകും. ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ കയർത്ത് സംസാരിക്കും, പ്രശ്നം ഉണ്ടാകും. പിന്നെ അതിനേക്കാളും വലിയ ദുരന്തമായിട്ടാണ് അത് മാറുക. ഇതൊന്നും ശരിയല്ല എന്നാണ്. മറിച്ച് എല്ലാ വിഷയത്തിലും ആദർശബോധമുള്ള തൗഹീദുള്ള ഒരു ഉപ്പയാണ് എങ്കിൽ, ഒരു ഉമ്മയാണെങ്കിൽ, ഒരു സഹോദരനാണെങ്കിൽ, ഒരു പെണ്ണാണ് എങ്കിൽ, ഒരു ഭർത്താവാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ നിലപാട് വേണമെന്നതാണ് പറയാൻ സാധിക്കണം തൻ്റെ അടുത്തോടുകൂടി. അങ്ങനെ ആ രൂപത്തിൽ ഇസ്ലാമികമായ കല്യാണത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെന്റെ കല്യാണത്തിന് വന്നാൽ മതി, അല്ലാത്ത ഒരുത്തനും ഇവിടെ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. രണ്ടു വട്ടം പറഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അതിനുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള ഒരു നെഞ്ചൂക്ക് ഈ ആളുകൾക്ക് ഉണ്ടാകണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ ഇസ്ലാമിന്റെ വിഷയത്തിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ച വിഷയത്തിൽ നമുക്ക് നമ്മുടെ വക ഒരു അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ നിൽക്കാൻ പാടില്ല. കൃത്യമായ ഒരു തീരുമാനം, ഒരു നിലപാട്, അത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ഏത് അനുകൂല സാഹചര്യത്തിലും നമുക്ക് ഉണ്ടാവണമെന്നതാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ട് ജീവിതത്തെ കണ്ടതുകൊണ്ടാണ് സ്വഹാബത്തിനൊക്കെ സ്വർഗം കിട്ടിയത്. നമ്മുടെ കഴിഞ്ഞുപോയ പൂർവികർക്കൊക്കെ സ്വർഗത്തിന്റെ പാതയിലേക്ക് എത്താൻ സാധിച്ചത്. അതൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ പോയാൽ നമുക്കതൊന്നും ലഭിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹും റസൂലും പഠിപ്പിച്ച പ്രകാരം വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു എന്ന് പറഞ്ഞ അള്ളാഹിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹിന്റെ റസൂൽ എന്താണോ വിലക്കിയത് അത് ജീവിതത്തിൽ നിന്ന് വിലക്കിക്കൊണ്ട്, അത് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അതിനെ വിലക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ പരിശുദ്ധമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന ചെറുതും വലുതുമായ സകല കുറ്റങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ മരണം വരെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അനുകൂല സാഹചര്യത്തിലും അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗത്തിനുള്ള പരിപൂർണ്ണ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മറ്റുള്ള പല അർത്ഥത്തിലുള്ള ശാരീരികവും മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിപൂർണമായ ശമനം നൽകി അവർക്ക് സന്തോഷം ജീവിതത്തിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിൽ സൗകര്യപ്രദമായ രീതിയിൽ കടങ്ങൾ തിരിച്ചു വിട്ടാനുള്ള അവസ്ഥാവിശേഷം അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.